ഒരു സെക്കൻഡ് നജ്മ, എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. നജ്മ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. നജ്മ ശബ്ദം ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട, ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട. ബിനു അവരോട് മിണ്ടാതിരിക്കാൻ പറയൂ. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. ഗ്രഹണി ആസ്മയൊക്കെയുള്ള പിള്ളേര് പതിവായിരിക്കുന്നതിലും 10 അടി തള്ളിയിരുന്നോണം പൊട്ടിപ്പാറുന്ന അടിയാ നടക്കാൻ പോകുന്നു. ഞാൻ ഷുഗർ കോട്ട് ചെയ്ത് സംസാരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, ഫാഷിസത്തിനെ ഫാഷിസം എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അല്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ഫാഷിസ്റ്റ് മുദ്രാവാക്യങ്ങളും അവരുടെ മുദ്രാവാക്യങ്ങളായിട്ട് അത് പറയുമ്പോൾ അത് കുഴപ്പമില്ല. മറ്റുള്ള ആൾക്കാർ പറയുന്നത് മാത്രമാണ് ഫാഷിസം എന്ന ലൈൻ സ്വീകരിക്കരുത്. കഴിഞ്ഞ എക്സ്ട്രാordinary കഥ. നാരായണിമംഗലം നാരായണൻ ആരാണെന്നാ നിന്റെ വിചാരം? അവൻ കലക്കാൻ പോണ കലക്ക്. അംബാനിയുടെയും അദാനിയുടെയും മീഡിയ ലൈസൻസ് ഉടൻ റദ്ദ് ചെയ്യണമെന്ന് പറയുന്നത് മാത്രം ശ്രദ്ധിച്ചാൽ അറിയാം ഈ ആൾക്കാർക്ക് നിയമങ്ങളെക്കുറിച്ചും ഭരണത്തിനെക്കുറിച്ചും ജനാധിപത്യത്തിനെക്കുറിച്ചും എത്രത്തോളം ബോധ്യമുണ്ട് എന്ന്. ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. അവർ പറഞ്ഞിരിക്കുന്നത് ബേസിക്കലി ഒരു ഫാഷിസ്റ്റ് സ്റ്റെപ്പാണ്, ഏകപക്ഷീയമായിട്ടുള്ള ഒരു തീരുമാനം. ആ വിവരക്കേടിനെ ഉൾപ്പെടെ ന്യായീകരിക്കാനായിട്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഒരു പ്രതിനിധി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ജനാധിപത്യ ബോധത്തിന്റെ ശോച്യാവസ്ഥയാണ് കാണിക്കുന്നത്. എല്ലാം കയ്യിൽ നിന്ന് പോവാ. അപ്പൊ ജയിലല്ലെങ്കിൽ മരണം, അത് ഏതാണ്ട് ഉറപ്പാണ്. തെരഞ്ഞെടുപ്പ് ജയത്തിന് ശേഷം ഇടുക്കിയിൽ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ ഉയർത്തുകയും ലീഗാണ് കേരളത്തിൽ നിയമങ്ങൾ പറയാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോ നജ്മ എവിടെ പോയി? അല്ല, ഒരു സെക്കൻഡ് നജ്മ, എന്റെ സമയത്ത് ഞാൻ പറയട്ടെ. നജ്മ, നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരുന്നു. നജ്മ ശബ്ദം ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട, ബഹളം വെച്ച് ഇല്ലാതാക്കണ്ട. ബിനു അവരോട് മിണ്ടാതിരിക്കാൻ പറയൂ. എന്റെ സമയത്ത് ഞാൻ സംസാരിക്കട്ടെ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. കേരളത്തിലെ നിയമങ്ങൾ ഇനി ലീഗ് പറയും എന്ന് പറഞ്ഞപ്പോ നജ്മയുടെ ജനാധിപത്യ ബോധം എവിടെ പോയി എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു സഹായം ചെയ്തു കൊടുത്തപ്പോ അത് വിളിച്ചുകൂയി നമുക്കിട്ട് പണി. ബഹാറുൽ ഇസ്ലാം ബീഹാർ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സ്കാൻഡലിൽ ഉൾപ്പെട്ടിരുന്ന കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ജഗന്നാഥ് മിശ്രയെ വെളുപ്പിച്ചതിന് ശേഷം രാജ്യസഭയിലേക്ക് പോയപ്പോ ലീഗ് വായിൽ വെള്ളം ഒഴിച്ചു മിണ്ടാതിരിക്കായിരുന്നു നജ്മ. രംഗനാഥ് മിശ്ര സിഖ് വിരുദ്ധ കലാപത്തിൽ കോൺഗ്രസിന് പങ്കില്ല എന്ന് ചീട്ടെഴുതി കൊടുത്തതിന് ശേഷം MP ആകാൻ പോയപ്പോൾ ലീഗ് വെള്ളമൊഴിച്ചിരിക്കുകയായിരുന്നു വായില്. എല്ലാ പാർട്ടികളും കോംപ്രമൈസ് ചെയ്യപ്പെടുന്നതാണെന്ന് ശ്രീ ബെൻസ്റ്റൺ ഇവിടെ പറഞ്ഞു. എന്നാൽ എല്ലാ പാർട്ടികളെയും അൺഫോളോ ചെയ്യണമെന്ന് ഇവർ പറയണം. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. അവര് പറയുന്നത് ഒരൊറ്റ പാർട്ടിയാ. നജ്മ, നിങ്ങൾ ജനാധിപത്യ ബോധമില്ലാതെ ഒരാൾ സംസാരിക്കുന്ന സമയത്ത് അയാളുടെ വോയിസിനെ ഷട്ട് ഡൗൺ ഏതായാലും യുവാക്കളുടെ പ്രതിഷേധമാണ്. ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയം ഉള്ളവരുണ്ട്. പക്ഷേ ഇവനെ തടയണ്ട, അയച്ചുവിട്ടേക്ക്. ഇവന് കിട്ടാനുള്ളത് നമ്മളായിട്ട് മുടക്കാം. ഈ ജനരോഷം, അത് യുവരോഷം, അത് തിരിച്ചറിയുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിൽ ശശി തരൂരിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞത് തന്നെയാണ് പ്രധാനം. അതും ശരിയാണല്ലോ. ഒരു പ്രഷർ കുക്കറിൻ്റെ ഒരു വാൽവ് പോലെ ഇത് പുറത്തേക്ക് വരാൻ ഉള്ള അവസരമുണ്ടാകണം. അവരെ കേൾക്കണം, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണം. അടിച്ചമർത്തലല്ല പരിഹാരം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.